നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്ത സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വനമന്ത്രി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്ത സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് BJP പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി പാർക്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അതിദാരിദ്ര്യരില്ലാത്ത കേരളത്തിന് മാടക്കത്ര ഗ്രാമപഞ്ചായത്തിലെ 14ാം വാർഡിൽ നിന്നൊരു കാഴ്ച. കാശ്മീർ താഴ്വരയിൽ കുങ്കുമപ്പൂ പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ചയെ അനുസ്മരിപ്പിക്കുന്ന ഒരു കാഴ്ച പുത്തൂർ ജെയിംസ് കാപ്പാനിയുടെ കൃഷിഭൂമിയെ. വിശദമായ വാർത്തകളിലേക്ക്. സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്ത സംഭവം അന്വേഷണം പ്രഖ്യാപിച്ച് വനമന്ത്രി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ തെരുവുനായ ആക്രമണത്തിൽ മാനുകൾ ചത്ത സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വനമന്ത്രി AK ശശീന്ദ്രൻ. അന്വേഷണത്തിന് വനമന്ത്രി സമിതി രൂപീകരിച്ചു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡ് പ്രമോദ് G കൃഷ്ണൻ, വനം വിജിലൻസ് വിഭാഗം CCF ജോർജി P മാത്തച്ചൻ, ചീഫ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ തുടങ്ങിയവരാണ് അംഗങ്ങൾ. 4 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ടും 2 ആഴ്ചയ്ക്കകം അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കുവാനും നിർദ്ദേശം നൽകി. തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾക്ക് സംഭവിച്ച ദാരുണ അന്ത്യത്തെ സംബന്ധിച്ച് വനം വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണം തികച്ചും അപര്യാപ്തമാണെന്നും സുവോളജിക്കൽ പാർക്കിൽ സമഗ്രമായ പഠനമാണ് നടത്തേണ്ടതെന്നും ഫ്രണ്ട്സ് ഓഫ് സൂ അഭിപ്രായപ്പെട്ടു. പാർക്കിൽ പക്ഷിമൃഗാദികൾക്കായി ഒരുക്കിയിരിക്കുന്ന ആവാസ ഇടങ്ങൾ, അനുബന്ധ സംവിധാനങ്ങൾ എന്നിവയുടെ നിർമ്മിതി ഏറെക്കുറെ പൂർത്തീകരിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇക്കാര്യം എത്രമാത്രം ശാസ്ത്രീയവും ഫലപ്രദവുമായ രീതിയിലാണ് എന്നതിനെ സംബന്ധിച്ച് വിശദമായൊരു പഠനം ആവശ്യമാണ്. സുവോളജിക്കൽ പാർക്കിലെ പക്ഷിമൃഗാദികൾ, അവിടുത്തെ ജീവനക്കാർ, സന്ദർശകർ എന്നിവർക്കുള്ള സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് വിവിധ വകുപ്പുകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള വിശദമായൊരു സുരക്ഷാ ഓഡിറ്റിംഗ് അത്യാവശ്യമാണ്. ഓസ്ട്രേലിയൻ സൂ ഡിസൈനറായ ജോൺ ചാൾസ്കോയുടെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാണ് സുവോളജിക്കൽ പാർക്ക് നിർമ്മാണം ആരംഭിച്ചത്. രൂപകൽപ്പനയിൽ നിർദ്ദേശിച്ച രീതിയിൽ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചും പഠനം ആവശ്യമാണ്. ആവാസ സംവിധാനങ്ങളുടെ ഉൾഭാഗത്ത് സൂക്ഷ്മതലത്തിലുള്ള സമ്പുഷ്ടീകരണങ്ങൾ എത്രമാത്രം ഒരുക്കുവാൻ ആയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചും സൂക്ഷ്മതല നിരീക്ഷണം നടത്തേണ്ടതുണ്ട്. നാളിതുവരെ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര മൃഗശാല അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകുകയും അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ സുവോളജിക്കൽ പാർക്കിൽ അടിയന്തരമായി പൂർത്തീകരിക്കുകയും ചെയ്ത ശേഷം കേന്ദ്ര മൃഗശാല അതോറിറ്റിയിൽ നിന്ന് സാക്ഷ്യപത്രവും അടിയന്തരമായി നേടിയെടുക്കണം. വനത്തെക്കുറിച്ചും വനത്തിൽ ജീവിക്കുന്ന വന്യജീവികളുടെ സ്വഭാവ രീതികളെക്കുറിച്ചുമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പ്രധാനമായും അറിയുക. മൃഗശാലകളിൽ കൂടുകളിൽ കഴിയുന്ന മൃഗങ്ങളുടെ സ്വഭാവം, ഓരോ കൂട്ടിലും സൂക്ഷ്മതലത്തിൽ രൂപപ്പെടുത്തിയെടുക്കേണ്ട ആവാസ സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ച് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർക്ക് അറിവ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആയതിനാൽ സുരക്ഷാ സംവിധാനങ്ങൾ, മൃഗപരിപാലന രീതികൾ, മൃഗശാല രൂപകൽപ്പന സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ച് അറിവുള്ളവരുടെ ഒരു സംഘം തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ സമഗ്ര ഒരു പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം. ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന വനംവകുപ്പ് മന്ത്രി, കേന്ദ്ര മൃഗശാല അതോറിറ്റി, സുവോളജിക്കൽ പാർക്കിന്റെ അധികാരികൾ എന്നിവർക്ക് വീണ്ടും നിവേദനം സമർപ്പിച്ചുവെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ സെക്രട്ടറി M പീതാംബരൻ മാസ്റ്റർ അറിയിച്ചു. അവിടുത്തെ പ്രധാന പ്രശ്നം നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഉള്ള ഒരു വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ മൃഗശാല സുവോളജിക്കൽ പാർക്ക് രൂപകൽപ്പന ചെയ്ത രീതിയിൽ തന്നെയാണോ അത് നിർമ്മാണം നടന്നിട്ടുള്ളത്, ആവശ്യമായ സുരക്ഷാ സൗകര്യങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് അടിയന്തരമായി അന്വേഷിക്കേണ്ടത്. അല്ലാത്ത പക്ഷം ഇതുപോലെയുള്ള അപകടങ്ങൾ ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഫ്രണ്ട്സ് ഓഫ് സൂ നേരത്തെ തന്നെ അധികൃതർക്ക് നിവേദനം വഴി വനം വകുപ്പ് മന്ത്രിക്കും ഡയറക്ടർക്കും ഒക്കെ നിവേദനം വഴി കൊടുത്ത 3 കാര്യങ്ങൾ ഉണ്ട്. ഒന്ന് സുരക്ഷാ ഓഡിറ്റിംഗ് ആണ്. സുരക്ഷാ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ സംയുക്തമായിട്ട് ആ സുവോളജിക്കൽ പാർക്കിന്റെ മൊത്തത്തിലുള്ള ആ സംവിധാനത്തിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള പഠനമാണ്. അത്തരം പഠനം ഇതുവരെയും നടന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം ആവാസ ഇടങ്ങളുടെയും അനുബന്ധ സംവിധാനങ്ങളുടെയും നിർമ്മാണം എത്ര കാണുന്നുണ്ടോ ശാസ്ത്രീയവും ജോൺകോ
നിർദ്ദേശിച്ച രീതിയിലുള്ള സൂ ഡിസൈനിങ്ങിൻ്റെ രീതിയിലാണ് എന്ന് കണ്ടെത്തലാണ്. തീർച്ചയായിട്ടും മൃഗപരിപാലനം, അതുപോലെ തന്നെ സൂ ഡിസൈനിങ് അഥവാ മൃഗശാല രൂപകൽപ്പന, ഇത്തരം കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ളവരാണ് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുകയും അതിനെ സംബന്ധിച്ച് വിലയിരുത്തൽ നടത്തുകയും ചെയ്യേണ്ടത്. ഇന്നിപ്പോൾ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയാണ് 3 പേരെ വച്ചിരിക്കുന്നത്. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം വന്യജീവികളുടെ സ്വഭാവത്തെക്കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചുമാണ് അവർക്ക് അറിയുക. അത് ഇവിടെ സംഭവിക്കുന്നത് മൃഗശാലകൾക്കുള്ളിലെ മൃഗങ്ങളുടെ പെരുമാറ്റം മറ്റൊരു രീതിയാണ്. മൃഗശാലയിൽ പരിചയമുള്ള മൃഗപരിപാലന രംഗത്ത് സൂകളുമായും സുവോളജിക്കൽ പാർക്കുമായി ബന്ധപ്പെട്ട് വൈദഗ്ധ്യമുള്ള ആളുകളും മൃഗശാല രൂപകൽപ്പന അഥവാ സൂ ഡിസൈനിങ്ങുമായി വൈദഗ്ധ്യമുള്ള ആളുകളുമാണ് ഇതിൽ അന്വേഷണം നടത്തേണ്ടത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്ത സംഭവത്തിൽ ജീവനക്കാരുടെ വീഴ്ച പരിശോധിക്കും. കഴിഞ്ഞ ദിവസം സുവോളജിക്കൽ പാർക്കിലെ മാനുകൾ നായ്ക്കളുടെ കടിയേറ്റ് ചത്ത സംഭവത്തിൽ ഗുരുതര പിഴവ്. കൂടിന്റെ വാതിലുകൾ തുറന്നിട്ടോ എന്ന് സംശയം. ജീവനക്കാരുടെ വീഴ്ച പരിശോധിക്കുമെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വകുപ്പ് മന്ത്രിക്ക് കൈമാറുമെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞു. തിങ്കളാഴ്ച പുലർച്ചെയാണ് തെരുവുനായ ആക്രമണമുണ്ടായത്. 19 പുള്ളിമാനുകളിൽ 10 പുള്ളിമാനുകളാണ് ചത്തത്. 3 മാനുകൾ തെരുവുനായ ആക്രമണത്തിലും 7 എണ്ണം തെരുവുനായ്ക്കളെ കണ്ടുള്ള പീടിയിലുമാണ് ചത്തത്. സംഭവത്തെക്കുറിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ, വനംവകുപ്പ് വിജിലൻസ് CCF ജോർജ് പി മാത്തച്ചൻ, ചീഫ് വെറ്ററിനറി ഡോക്ടർ അരുൺ സക്കറിയ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സമിതി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ ഇനത്തിൽപ്പെട്ട 50ഓളം മാനുകളാണ് സുവോളജിക്കൽ പാർക്കിലുള്ളത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്ത സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് BJP പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സുവോളജിക്കൽ പാർക്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പുത്തൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് സുവോളജിക്കൽ പാർക്ക് ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം BJP മധ്യമേഖല ഉപാധ്യക്ഷൻ ബിജോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു. വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കൊട്ടിഘോഷിച്ച് നടത്തിയ ഉദ്ഘാടനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഹസനമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ബിജോയ് തോമസ് പറഞ്ഞു. OBC മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ സന്തോഷ് കാക്കനാട്, വെട്ടുകാട് ഏരിയ പ്രസിഡന്റ് ആനന്ദൻ പാറയ്ക്കൽ, PG മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത്, പ്രദീപ് ഞാറ്റുവെട്ടി, സുമേഷ് പുന്നംകുഴി, ജയശ്രീ, ജയകുമാർ, ഗിരിജൻ, ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് ഫെബിൻ ഫ്രാൻസിസ്, അരുൺ, സുജാത തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തില് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഏറെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങളിലൂടെ ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തി പൂർത്തീകരിച്ച് കേന്ദ്ര അനിമൽ ഹസ്ബൻഡറി ബോർഡിന്റെ അനുമതിയോട് കൂടിയിട്ട് ഈ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് പകരമായിട്ട് പല പോരായ്മകളിലൂടെ ഒരു സുരക്ഷിതത്വമില്ലാതെ ഈ പാർക്ക് ഉദ്ഘാടനം ചെയ്ത് 10 ദിവസങ്ങൾ പിന്നിട്ട സമയത്ത് എന്തിനാണ് ഇത്രയും വേഗത്തിൽ ഈ പാർക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ധൃതി കാണിച്ചിരുന്നത്? അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അത് പൂർത്തീകരിച്ചതിന് ശേഷമേ ഈ ഉദ്ഘാടനം നടത്താനായിട്ട് പാടിരുന്നു. പക്ഷേ അതൊന്നുമില്ലാതെ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ഇവിടുത്തെ കേരളത്തിന്റെ 2ാമത്തെ മന്ത്രിയായിട്ടുള്ള ഇവിടുത്തെ MLA അടക്കമുള്ള രാജനടക്കമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ഏറെ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഈ ഉദ്ഘാടനം അതിന്റെ ഫലമായിട്ടാണ് ഈ മാനുകളുടെ ആ ഒരു തെരുവ് പട്ടികൾ കടിച്ച് മാനുകളെ കൊന്നു എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ ഗൗരവമാണ്. തെരുവ് പട്ടികൾക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുമെങ്കിൽ വയലന്റായ മൃഗങ്ങൾക്ക് പുറത്തേക്കും വരാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രമല്ല, പുറത്തുള്ള സാധാരണക്കാരായ ഇവിടുത്തെ ജനങ്ങളുടെ താമസത്തിന്റെ അവരുടെ ജീവന് പോലും അപകടകരമായിട്ടുള്ള അവസ്ഥ ഇന്നിവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഈ പാർക്കിന്റെ നിർമ്മാണത്തിലുള്ള വീഴ്ചയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി കാണാനായിട്ട് ആഗ്രഹിക്കുക.
അതിദാരിദ്ര്യരില്ലാത്ത കേരളത്തിന് മാടക്കത്ര ഗ്രാമപഞ്ചായത്തിൽ നിന്നൊരു കാഴ്ച. കേരളം അതിദാരിദ്ര്യരില്ലാത്ത സംസ്ഥാനമെന്ന് പ്രഖ്യാപിച്ച് സർക്കാർ നിർവൃതി അടഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞതേയുള്ളൂ. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ 95-ാം നമ്പർ വീടിനും 97-ാം നമ്പർ വീടിനുമിടയിൽ കാട് കയറി ഓടിട്ട പിൻവശം തകർന്നൊരു വീട്. ഈ വീടിനെ പണ്ടെന്നോ പഞ്ചായത്ത് നൽകിയ വീട്ടു നമ്പർ 91 എന്ന് കാണുന്നു. പലവട്ടം വീടുകൾ നമ്പർ പുതുക്കിയപ്പോഴെല്ലാം ഈ വീടിനെ അധികൃതർ കണ്ടില്ല എന്ന് വേണം കരുതുവാൻ. ആ വീടിനുള്ളിൽ ശാന്തകുമാരി എന്ന ചെറിയ മാനസിക അസ്വാസ്ഥ്യമുള്ള മധ്യവയസ്ക ജീവിക്കുന്നുണ്ട് എന്ന് അയൽവാസിയായ വൈശ്യപ്പാട്ട് ഗോപിനാഥൻ പറയുന്നു. CTV ന്യൂസ് സംഘം അവിടെ ഗോപിനാഥിനൊപ്പം എത്തുന്നതിന് മുൻപ് ശാന്തകുമാരി വീട് അകത്തു നിന്ന് കുറ്റിയിട്ടു. നിരവധി തവണ ഗോപിനാഥൻ വാതിലിൽ തട്ടി പേരെടുത്ത് വിളിച്ചിട്ടും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഈ വീട്ടിൽ വൈദ്യുതിയില്ല, വെള്ളമില്ല, ഗ്യാസ് അടുപ്പ് ചിന്തിക്കാനേ വയ്യ, വിറകടുപ്പില്ല. അയൽവാസികൾ പാകം ചെയ്ത് കൊണ്ടുകൊടുക്കുന്ന ഭക്ഷണം കഴിച്ചാണ് ശാന്തകുമാരി ജീവൻ നിലനിർത്തുന്നതെന്ന് അയൽവാസികൾ പറയുന്നു. ഇങ്ങനെ അയൽവാസികൾ കരുണ കാണിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ആശാ വർക്കർമാരും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് മെമ്പറും ആരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ശാന്തകുമാരിക്ക് ഭർത്താവും ഒരു മകനുമുണ്ടെന്ന് പറയുന്നു. ഭർത്താവ് വേറെ വിവാഹം കഴിച്ച് ജീവിക്കുന്നുണ്ടെന്നും പറയുന്നു. ഇവരെക്കുറിച്ച് കൂടുതലൊന്നും പരിസരവാസികൾക്ക് അറിയില്ല. ഏറെ നേരം കാത്തുനിന്ന് ശാന്തകുമാരിയുടെ ഒരു ചിത്രം പോലും എടുക്കുവാൻ കഴിയാതെ CTV ന്യൂസ് സംഘം തിരികെ പോന്നു. തിരികെ പോരുമ്പോൾ ഞങ്ങൾ ചിന്തിച്ചത് ഇതായിരുന്നു: കേരളത്തിൽ അതിദാരിദ്ര്യരില്ല എന്ന സർക്കാർ പ്രഖ്യാപനം ശരിയോ തെറ്റോ എന്നതായിരുന്നു. ഇനിയൊരു ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല.
വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം. യൂണിക് കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വീണ്ടും വാർത്തയിലേക്ക്. AICC സെക്രട്ടറിയായി മുൻ MP-യും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ TN പ്രതാപനെ തെരഞ്ഞെടുത്തു. KSUവിലൂടെ പൊതുരംഗത്ത് വന്ന TN പ്രതാപൻ യൂണിറ്റ് പ്രസിഡന്റ് മുതൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ബൂത്ത്, വാർഡ്, മണ്ഡലം, ബ്ലോക്ക്, ജില്ലാ കമ്മിറ്റികളുടെ പ്രസിഡന്റ് സ്ഥാനങ്ങൾ വഹിച്ചു. KPCC മെമ്പർ, സെക്രട്ടറി, വർക്കിംഗ് പ്രസിഡന്റ് തുടങ്ങിയ ചുമതലകൾ വഹിച്ച TN പ്രതാപൻ ഇപ്പോൾ AICC അംഗം കൂടിയാണ്. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രഥമ ദേശീയ അധ്യക്ഷനായിരുന്നു. സ്കൂൾ പാർലമെന്റ് അംഗം, MLA, MP സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട TN പ്രതാപൻ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. 2001 മുതൽ 2011 വരെ നാട്ടികയിൽ നിന്നും 2011 മുതൽ 2016 വരെ കൊടുങ്ങല്ലൂരിൽ നിന്നുമാണ് നിയമസഭയിലെത്തിയത്. 2019 തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തൃശൂർ ജില്ലയിലെ നാട്ടിക തളിക്കുളം സ്വദേശിയാണ്. 6 പുസ്തകങ്ങളുടെ രചയിതാവാണ്. കലാകായിക മേഖലകളിൽ മികച്ച സംഘാടകനായി അറിയപ്പെടുന്നു. രാഷ്ട്രീയത്തിന് അതീതമായി വലിയ സൗഹൃദ വലയങ്ങളുള്ള പൊതുപ്രവർത്തകൻ കൂടിയാണ് പ്രതാപൻ. പൊതു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും നോഡൽ ഓഫീസർമാരുടെയും യോഗം ചേർന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും ജില്ലാ കളക്ടറുമായ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ നോഡൽ ഓഫീസർമാരുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം ചേർന്നു. എല്ലാവരും മാതൃകാ പെരുമാറ്റച്ചട്ടം കൃത്യമായി പാലിക്കണമെന്നും കൃത്യമായ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് പ്രചരണ പരിപാടികൾ നടത്തണമെന്നും ജില്ലാ കളക്ടർ യോഗത്തിൽ പറഞ്ഞു. നോഡൽ ഓഫീസർമാരുടെ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട വിവിധ നോഡൽ ഓഫീസർമാരുടെ ക്രമീകരണങ്ങൾ വിലയിരുത്തി. രാഷ്ട്രീയ പ്രതിനിധികളുടെ യോഗത്തിൽ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശവും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനെക്കുറിച്ചും പിൻവലിക്കുന്നതിനെക്കുറിച്ചും സ്ഥാനാർത്ഥികളുടെ യോഗ്യതയെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് ചെലവ് കണക്ക് സമർപ്പിക്കുന്നതിനെക്കുറിച്ചും വിശദീകരിച്ചു. യോഗത്തിൽ ADMT മുരളി, അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡ്, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ K കൃഷ്ണകുമാർ, വിവിധ നോഡൽ ഓഫീസർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുങ്കുമപ്പൂ കാശ്മീർ താഴ്വരയിൽ പൂത്തുലഞ്ഞ കുങ്കുമപ്പൂ പുത്തൂർ നമ്പ്യാർ റോഡിലും വിരിഞ്ഞു. വയലറ്റ് നിറങ്ങളിൽ പ്രത്യേകം തയ്യാറാക്കിയ കുളിരിൽ വിരിഞ്ഞ് പൂത്തു നിൽക്കുന്ന കുങ്കുമപ്പൂ കാഴ്ചയിൽ വർണ്ണനയ്ക്കതീതമായി വിരിഞ്ഞ് കൂമ്പി നിൽക്കുന്ന പൂക്കൾ കാശ്മീർ താഴ്വരയിലൂടെ സഞ്ചരിച്ച പ്രതീതി. പുത്തൂർ നമ്പ്യാർ റോഡ് സ്വദേശി ജെയിംസ് കാപ്പാനി വിദേശ ജീവിതത്തിന് ശേഷം എക്സ്പോർട്ടിംഗ് മേഖലയിൽ ഇടപെടുകയും തുടർന്ന് വ്യത്യസ്ത രീതിയിലുള്ള കൃഷി പരിപാലനം ആരംഭിച്ചത്. അല്പം റിസ്ക്കും ക്ഷമയുമുള്ള കുങ്കുമപ്പൂ കൃഷിയിലേക്കുള്ള യാത്ര. കാശ്മീരിലും മറ്റും സ്ഥലങ്ങളിലും പോയി പഠനം. തുടർന്ന് കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും അനുമതി നേടി. കാശ്മീർ താഴ്വരയുടെ അന്തരീക്ഷവും കുളിർ വീഴുന്ന മരം കോച്ചുന്ന തണുപ്പു കാലാവസ്ഥ എയർ കണ്ടീഷനിലൂടെ ഉണ്ടാക്കിയെടുത്തു. അപൂർവമായിട്ടേ കേരളത്തിൽ ഈ രീതിയിൽ കൃഷി 1 മാസം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തും. ഒരു വിത്തിൽ നിന്ന് 2 മുതൽ 4 വരെ പൂക്കൾ ഉണ്ടാവും. ഏകദേശം 5 ലക്ഷത്തിൽ താഴെ ചെലവ് വന്നിട്ടുണ്ട്. കാശ്മീരിൽ നിന്നാണ് വിത്തുകൾ എത്തിച്ചത്. 3 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെ കുങ്കുമപ്പൂവിന്റെ വില. വീടിന്റെ അപ്സ്റ്റെയറിൽ പോളി എത്തിലീൻ ഫോമുകൾ കൊണ്ട് മറിച്ച് ശുചീകരിച്ച മുറിയിലാണ് വിത്ത് സംരക്ഷണവും കൃഷിയും നടത്തിവരുന്നത്. സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാതെ പകരം അൾട്രാവയലറ്റ് പ്രകാശം ക്രമീകരിച്ചിരിക്കുന്നു.
ഈർപ്പം ക്രമീകരിക്കുകയും താപനില അളക്കാനുള്ള ക്രമീകരണങ്ങളും ദൂരെ നിന്ന് വളർച്ച നിരീക്ഷിക്കുവാൻ ക്യാമറയും ഘടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകം സജ്ജീകരിച്ച വസ്ത്രം മുറിയുടെ നിർമ്മാണത്തിന് 7.5 ലക്ഷം രൂപ ചിലവ് വന്നിട്ടുണ്ട്. ഭക്ഷണത്തിൽ രുചി വരുത്തുന്നതിനും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും ഔഷധ നിർമ്മാണത്തിനും കുങ്കുമപ്പൂ ഉപയോഗിച്ചു വരുന്നു. തൃശൂർ നെടുപുഴ റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടി മരണമടഞ്ഞ 55 വയസ്സ് പ്രായം തോന്നിക്കുന്ന വ്യക്തിയുടെ വിവരങ്ങൾ തേടുന്നു. നവംബർ 6 പുലർച്ചെ 3:40 ട്രെയിനിൽ തട്ടി മരണപ്പെട്ട വ്യക്തിക്ക് 175 സെന്റിമീറ്റർ ഉയരമാണ് ഉള്ളത്. പച്ച നിറത്തിലുള്ള ബനിയനും നീല നിറത്തിലുള്ള മുണ്ടുമായിരുന്നു ഇയാൾ ധരിച്ചിരുന്നത്. ഈ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ നെടുപുഴ പോലീസ് സ്റ്റേഷനിലോ 0487 2247 അല്ലെങ്കിൽ 9497 9471 98 എന്ന നമ്പറിലോ വിവരം അറിയിക്കണമെന്ന് സബ് ഇൻസ്പെക്ടർ അറിയിച്ചു. കേരള സ്റ്റേറ്റ് പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ 100 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്ക് മത്സരത്തിൽ സ്വർണം നേടിയ ഭിന്നശേഷി താരം പാട്ടിരായ്ക്കൽ ഗ്രീൻ പാർക്ക് അവന്യൂ സ്വദേശി ഗബ്രിയേലിനെ വസതിയിൽ വെച്ച് സുഹൃത്തുക്കളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ ഗബ്രിയേലിനെ മെമന്റോ നൽകി പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഗ്രീൻ പാർക്ക് അവന്യൂ കോളനി സെക്രട്ടറി ജെറാൾഡ് കോനിക്കര അധ്യക്ഷത വഹിച്ചു. നാഷണൽ ഫെൻസിംഗ് ഗോൾഡ് മെഡലിസ്റ്റ് മിസ് ഏഞ്ചൽ ആന്റോ, എൻ മുരളീധരൻ, ജെറോ പോന്നോർ, ഗബ്രിയേലിന്റെ മാതാവ് രജനി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗബ്രിയേൽ ഇപ്പോൾ മൂന്നാർ കാറ്ററിംഗ് കോളേജിൽ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിക്കുകയാണ്. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി, പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുമ്പ് ചേട്ടൻ വീണ്ടും വാർത്തയിലേക്ക്. സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയ 4ാം ക്ലാസ് വിദ്യാർത്ഥിയെ തിരികെ സ്കൂളിൽ എത്തിച്ചതിന് അധ്യാപകനെ സ്കൂളിൽ കയറി ആക്രമിച്ച കേസിൽ വിദ്യാർത്ഥിയുടെ പിതാവ് കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ ധനേഷ് മുത്തുവിനെ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ശ്രീനാരായണപുരം സെന്റ് ജോർജ് മിക്സഡ് LP സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രതിയുടെ മകൻ ക്ലാസ്സിൽ നിന്നും അധ്യാപകരോട് പറയാതെ ഇറങ്ങിപ്പോയതിനെ തുടർന്ന് കുട്ടിയെ സ്കൂളിലെ താൽക്കാലിക അധ്യാപകനായ ഭരത് കൃഷ്ണ കുട്ടിയുടെ വീട്ടിൽ പോയി തിരിച്ച് സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിലുള്ള വിരോധത്താൽ പ്രതി വൈകിട്ട് 3:30 സ്കൂളിന്റെ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി ഭരത് കൃഷ്ണയുടെ മുഖത്തടിച്ചും മറ്റും പരിക്കേൽപ്പിച്ച സംഭവത്തിന് മതിലകം പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലെ ധനേഷ് എന്നയാളെയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. നൂലുകെട്ട് ചടങ്ങിന് ശേഷമുണ്ടായ തർക്കം. യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ 2 പ്രതികൾ റിമാൻഡിലേക്ക്.
ആളൂർ വീട്ടിൽ ശരത് എന്നയാളെ പ്രതി വാടകയ്ക്ക് താമസിക്കുന്ന മാള വലിയ പറമ്പിലുള്ള വീട്ടിൽ വെച്ച് പ്രതികളുമായി ഉണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ ഇരുമ്പ് പൈപ്പ് കൊണ്ട് നെറ്റിയിലും തലയ്ക്കും അടിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ മാള വലിയ പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന തിരുവനന്തപുരം കാട്ടാക്കട ആലമുക്ക് നാക്കാര റോഡ് സ്വദേശി ഫിനിക്സ് വീട്ടിൽ യദുകൃഷ്ണ, തിരുവനന്തപുരം ആദർശ് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് മേധാവി അറസ്റ്റ് ചെയ്തത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ബിസിനസ് തർക്കത്തെ തുടർന്ന് എതിർ കച്ചവടക്കാരനെ ഒഴിപ്പിക്കുന്നതിനായി ക്വട്ടേഷൻ നൽകിയ കേസിൽ പ്രതി അന്തിക്കാട് പടിയം സ്വദേശി പള്ളിപ്പാടൻ വീട്ടിൽ ജസ്റ്റിൻ എന്നയാളാണ് അറസ്റ്റിലായത്. കണ്ണശങ്കടവ് മാർക്കറ്റിനടുത്ത് 10 വർഷമായി പന്നിയിറച്ചി കച്ചവടം നടത്തുന്ന ആളാണ് ജസ്റ്റിൻ. തന്റെ കടയ്ക്ക് സമീപത്തായി മേനോത്തുപറമ്പിൽ വീട്ടിൽ ഹരീഷ് എന്നറിയപ്പെടുന്ന ആനന്ദ് എന്നയാൾ പന്നിയിറച്ചി കച്ചവടം നടത്തുന്നതിനായി പുതിയ കട തുറന്നതിനെ തുടർന്ന് ജസ്റ്റിന്റെ ബിസിനസ് വരുമാനം കുറയുകയും തന്മൂലം ഇരുവരും തമ്മിൽ വാക്കുതർക്കങ്ങളും മറ്റുമുണ്ടായി. ജസ്റ്റിൻ ആനന്ദിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്നതിനായി നിരവധി ഗുണ്ടാസംഘങ്ങളുമായി കണക്ഷനുള്ളതും നിരവധി കേസുകളിലെ പ്രതികളുമായ സൂര്യപുത്രി എന്നറിയപ്പെടുന്ന സുനിത, നെടുപുഴ സ്വദേശി ജിത്തു എന്നിവർക്ക് പണം നൽകി ക്വട്ടേഷൻ നൽകുകയുമായിരുന്നു. ഇവർ പതിവായി വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പതിവായി നടത്തിവരുന്നതായും അറിവായതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളുടെ പേരിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്ത സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വനമന്ത്രി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്ത സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് BJP പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി പാർക്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അതിദാരിദ്ര്യരില്ലാത്ത കേരളത്തിന് മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിലെ 14ാം വാർഡിൽ നിന്നൊരു കാഴ്ച. കാശ്മീർ താഴ്വരയിൽ കുങ്കുമപ്പൂ പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ചയെ അനുസ്മരിപ്പിക്കുന്ന ഒരു കാഴ്ച പുത്തൂർ ജെയിംസ് കാപ്പാനിയുടെ കൃഷിഭൂമിയെ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.